വിങ്സ് അക്കാദമിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ 9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പീരിയോഡിക് ടേബിൾ എന്ന ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോണേ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ. ഇത് കൊണ്ടുവന്നത് മോസ്ലി ആണ്. ഈ പീരിയോഡിക് ടേബിൾ നമ്മൾ മോഡേൺ പീരിയോഡിക് ടേബിൾ എന്നാണ് പറയണേ. ഈ മോഡേൺ പീരിയോഡിക് ടേബിളിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. വളരെ എളുപ്പമുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. The symbols of a few elements are given. കുറച്ച് എലമെന്റ്സിന്റെ നമ്മുടെ പീരിയോഡിക് ടേബിളിലുള്ള കുറച്ച് എലമെന്റ്സിന്റെ സിംബലുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, write the electron configurations of these elements and find the period and group to which they belong. ഈ എലമെന്റ്സിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ വിന്യാസം എഴുതിയിട്ട് അവരുടെ ഗ്രൂപ്പും പീരീഡും കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാൻ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ആദ്യം ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതി നോക്കാം കേട്ടോ. ആദ്യത്തെ ആളാരാണ്? Na1123. എന്ന് വെച്ചാൽ ആരാണ്? നമ്മുടെ സോഡിയം ആണ്. അപ്പോൾ സോഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആണ് നമ്മൾ എഴുതാൻ പോണേ. നമുക്കറിയാം ഒരു എലമെന്റ് സിമ്പിളിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് താഴെ കൊടുക്കുന്ന നമ്പറാണ് ആറ്റോമിക് നമ്പർ, മുകളിൽ കൊടുക്കുന്ന നമ്പറാണ് മാസ് നമ്പർ. അപ്പം നമ്മുടെ ആറ്റോമിക് നമ്പർ എന്തിന് ഈക്വൽ ആണ്? ഇലക്ട്രോണിൻ്റെ എണ്ണത്തിനോ അല്ലെങ്കിൽ പ്രോട്ടോണിൻ്റെ എണ്ണത്തിനോ ഈക്വൽ ആണ്. അതായത് ആറ്റോമിക് നമ്പർ എത്രയാണോ അതന്നെയാണ് നമ്മുടെ ഇലക്ട്രോണിൻ്റെ എണ്ണം. ഇവിടെ ആറ്റോമിക് നമ്പർ എത്രയാ? അടിയിലുള്ള നമ്പർ കേട്ടോ, 11. അതിനർത്ഥം എന്താ? ഇവിടെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 11 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇലക്ട്രോൺ എണ്ണം ജസ്റ്റ് ടീച്ചർ എഴുതാണ്. ഇലക്ട്രോൺസ് ഈക്വൽ ടു ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര എണ്ണമാണ്? 11. ഇനി നമുക്ക് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാം. ഓക്കെ, നമുക്ക് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാം. എങ്ങനെ എഴുതാന്ന് അറിയാലോ? എപ്പോഴും കെയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കെയിൽ മാക്സിമം 2 എണ്ണം കൊള്ളും, എല്ലിൽ 8 എണ്ണം കൊള്ളും, എമ്മിൽ 18 എണ്ണം കൊള്ളും. ഇത്രയും കാര്യങ്ങൾ മൈൻഡിൽ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് എഴുതാൻ? ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാൻ. നമ്മുടെ കയ്യിൽ 11 ഇലക്ട്രോൺസ് ഉണ്ട്. ഈ 11 പേരും കൂടെ കയറാൻ പോകും. പക്ഷേ കെയിൽ എത്ര പേരെ കയറ്റുള്ളൂ? 2 പേരെ കയറ്റുള്ളൂ. കെയുടെ മാക്സിമം കപ്പാസിറ്റി 2 ആണ്. അപ്പോൾ കെയിൽ 2. എന്നിട്ടൊരു കോമിടാ. അടുത്ത എല്ലാവരും കൂടെ എല്ലോട്ട് പോകും. എല്ലിൽ എത്ര പേര് കയറുള്ളൂ? 8 പേര് കയറുള്ളൂ. അപ്പോൾ എല്ലിൽ 8. ഇനി എത്ര എണ്ണം ഉണ്ട്? 8ഉം 2ഉം 10 ആയി, 11 എണ്ണം ഉണ്ട് അല്ലേ? ഒരെണ്ണം കൂടി ഉണ്ട്. ആ ഒരെണ്ണം എമ്മിലോട്ട് പോയി. ഓക്കെ, 2,8,1 ആണ് ആരുടെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം വരുന്നത്? നമ്മുടെ സോഡിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം വരണേ. അത് കഴിഞ്ഞു നമുക്ക് നെക്സ്റ്റ് എഴുതാം. അടുത്ത ആരാ? അലുമിനിയം. ഓക്കെ, അടുത്ത ആരാണ്? അലുമിനിയം ആണ്. അലുമിനിയത്തിന് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണ്? 13 ആണ്. ലെഫ്റ്റ് സൈഡിൽ താഴെയുള്ള നമ്പർ കേട്ടോ, 13. ഇനി ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാം. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നമ്മൾ എഴുതാൻ പോവാണ്. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 13 പേരുണ്ട്. എഴുതാൻ എളുപ്പമല്ലേ? എങ്ങനെ വരാം? കെയിൽ 2, എല്ലിൽ 8, എമ്മിൽ 3. അപ്പോൾ 2,8,3 എന്നാണ് വരാം. ഓക്കെ, നെക്സ്റ്റ് സി ക്ലോറിൻ ആണ് അല്ലേ. ക്ലോറിൻ്റെ ആറ്റോമിക് നമ്പർ 17 ആണ്. സോ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്ര എണ്ണ വരാം? ഇലക്ട്രോൺസ് ഈക്വൽ ടു 17. അപ്പോൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എങ്ങനെ വരാം? ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഈക്വൽ ടു എങ്ങനെ വരാം? 2,8,7. അടുത്ത ആള് നമ്മുടെ ഓക്സിജൻ ആണ്. ഓക്സിജൻ്റെ ഇതേപോലെ എങ്ങനെ വരും? ഇലക്ട്രോൺ എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം ഉണ്ട്. അപ്പോൾ ഞാൻ ഇനി ഡയറക്റ്റ് ആയിട്ട് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ മാത്രമേ എഴുതണുള്ളൂ കേട്ടോ. ഇലക്ട്രോണിൻ്റെ എണ്ണം 8 ആണ്. അപ്പോൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എങ്ങനെയാണ് വരാ? ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഈക്വൽ ടു 8 എണ്ണം എന്ന് പറയുമ്പോൾ എങ്ങനെ വരാം? 2,6 എന്നാണ് വരാ. ഓക്കെ, 2,6. അടുത്തത് നിയോൺ ആണ്. നിയോണിൻ്റെ ഇലക്ട്രോണിൻ്റെ എണ്ണം 10 ആണ്. അപ്പോൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എങ്ങനെയാണ് വരാ? ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഈക്വൽ ടു ഇലക്ട്രോൺസ് ഉണ്ട് 10 അല്ലേ. അപ്പോൾ എങ്ങനെ വരും? 2,8 എന്ന് വരും. അടുത്ത ആരാ? കാർബൺ ആണ്.
ഓക്കെ, എഫ് എന്ന് പറഞ്ഞാൽ കാർബൺ ആണ് കേട്ടോ. അടുത്തത് അതിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? മൊത്തം 6 ഇലക്ട്രോൺസ് ആണുള്ളേ. അപ്പൊ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എങ്ങനെ വരാം? ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഈക്വൽ ടു 2,4. ഓക്കെ, അപ്പോൾ തന്നിട്ടുള്ള എല്ലാവരുടെയും ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതി. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? അവരുടെ എന്തോ കണ്ടുപിടിക്കണം? ഗ്രൂപ്പും പീരീഡും കണ്ടുപിടിക്കണം അല്ലേ? ഫൈൻഡ് ദ പീരീഡ് ആൻഡ് ഗ്രൂപ്പ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഗ്രൂപ്പും പീരീഡും കണ്ടുപിടിക്കണം. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ എപ്പോഴും ഓർത്തു വയ്ക്കുക, നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിൽ 18 ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള കോളംസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്രൂപ്പ് എന്ന് വിളിക്കണം. ഓക്കെ, ഇനി എത്ര പീരീഡ് ഉണ്ട്? 7 പീരീഡ് ആണുള്ളത് കേട്ടോ. റോനെ നമ്മൾ പീരീഡ് എന്നാണ് വിളിക്കുക. അപ്പൊ 18 ഗ്രൂപ്പ് ഉണ്ട്, 7 പീരീഡ്സ് ഉണ്ട് കേട്ടോ. ഓക്കെ, 7 പീരീഡുകളും 18 ഗ്രൂപ്പുകളാണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ ഉള്ളത്. ഇനി എങ്ങനെയാണ് ഗ്രൂപ്പ് കണ്ടുപിടിക്കുക? ഗ്രൂപ്പ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഒരു എലമെന്റിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ട് ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, ഒരു എലമെന്റിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം തന്നിട്ട് ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ലാസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം നോക്കണം. ആരെ നോക്കണം? ലാസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം നോക്കണം. നോക്കാം, ലാസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 1 ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 1, 2 ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 2. 2-നേക്കാളും വലിയ ഏത് നമ്പർ വന്നാലും ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 10 കൂട്ടണം. ആ നമ്പറിനോട് 10 കൂട്ടണം. ഓക്കെ, ഭയങ്കര സിമ്പിൾ ആണ്. ലാസ്റ്റ് ഷെല്ലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം നോക്കുക. അത് 1 ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 1, 2 ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 2. 2-നേക്കാളും വലിയ ഏത് നമ്പർ വന്നാലും 10 കൂട്ടിയിട്ടാണ് നമ്മൾ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുക. ആ നമ്പറിനോട് 10 കൂട്ടിയിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുക. ഓക്കെ ആണല്ലോ. ഇനി എങ്ങനെയാ പീരീഡ് കണ്ടുപിടിക്കുക? ഞാൻ പറഞ്ഞു 7 പീരീഡുകളാണ് നമുക്കുള്ളത്, 7 പീരീഡ്സ് ആണുള്ളത്. പീരീഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഷെല്ലുകളുടെ എണ്ണം നോക്കിയാൽ മതി. ഷെല്ലുകളുടെ എണ്ണം തന്നെയാണ് പീരീഡ് നമ്പർ. ഇനി നമുക്ക് കണ്ടുപിടിച്ച് നോക്കിയാലോ. ആദ്യത്തെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാ വന്നേക്കണേ? 2,8,1 എന്നാണ് കേട്ടോ. അപ്പൊ ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് നോക്കണം? ലാസ്റ്റ് ഷെല്ലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം നോക്കണം. ഇവിടെ ലാസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 1 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ ലാസ്റ്റ് ഷെല്ലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 1 ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 1, 2 ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 2. 2-നേക്കാളും വലിയ ഏത് നമ്പർ വന്നാലും ആ നമ്പറിനോട് 10 ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുക. അപ്പൊ ഗ്രൂപ്പ് കണ്ടുപിടിച്ചു കേട്ടോ. നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? പീരീഡ് കണ്ടുപിടിക്കാം. പീരീഡ് കണ്ടുപിടിക്കാനായിട്ട് ഷെല്ലുകളുടെ എണ്ണം നോക്കിയാൽ മതി. ഷെല്ലുകളുടെ എണ്ണം തന്നെയാണ് പീരീഡ് നമ്പർ. 2,8,1 എത്ര ഷെല്ലുണ്ട്? 2, 8, 1 എന്ന് പറയുമ്പോൾ എത്ര ഷെല്ലുണ്ട്? 3 ഷെല്ലുണ്ട്. അപ്പം പീരീഡ് 3. ഓക്കെ, നെക്സ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വന്നേക്കുന്നത് 2,8,3 എന്നാണ്. അപ്പോൾ ഗ്രൂപ്പ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാം. ഗ്രൂപ്പ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ലാസ്റ്റ് ഷെല്ലിലോട്ടാണ് നോക്കണ്ടേ. ലാസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 3 ഉണ്ട്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഷെല്ലുള്ള ഇലക്ട്രോണുകൾ എണ്ണം 1 ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 1, 2 ആണെങ്കിൽ 2. 2-ൽ കൂടുതലുള്ള ഏത് വാല്യൂ വന്നാലും 10 കൂട്ടിയിട്ട് വേണം ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ. ഇവിടെ എത്ര വന്നേക്കണേ? 3 ആണല്ലേ. ഓക്കെ, 3 എന്ന് പറയുന്നത് 2-നേക്കാളും വലിയ വാല്യൂ ആണ്. അപ്പോൾ ഈ നമ്പറിനോട് 10 കൂട്ടുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 13. അപ്പോൾ ഇവരുടെ ഗ്രൂപ്പ് നമ്പർ 13 ആണ്. ഇനി എന്ത് കണ്ടുപിടിക്കുക? പീരീഡ് കണ്ടുപിടിക്കുക. എങ്ങനെ പീരീഡ് കണ്ടുപിടിക്കുക? ഷെല്ലുകളുടെ എണ്ണം തന്നെയാണ് പീരീഡ്. 2,8,1 എന്ന് പറയുമ്പോൾ എത്ര ഷെല്ലുണ്ട്? 3 ഷെല്ലുണ്ട്. സോ ഇതിന്റെ പീരീഡ് എന്ന് പറയുന്നത് 3 ആണ്. ഇത്രയും മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് അടുത്തത് സി നോക്കാം കേട്ടോ. നോക്കിയേ, സി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങോട്ട് നോക്കണം? ഞാൻ പറഞ്ഞു ലാസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് നോക്കാം. ഇവിടെ നോക്കിയേ, ലാസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പൊ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കുക? ഈ ഇലക്ട്രോണിന്റെ എണ്ണത്തിനോട് 10 കൂട്ടുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 17 കിട്ടും. ഓക്കെ, നമുക്ക് പീരീഡ് കണ്ടുപിടിക്കാം. പീരീഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഷെല്ലുകളുടെ എണ്ണം തന്നെയാണ് പീരീഡ് നമ്പർ. ഇവിടെ എത്ര ഷെല്ലുണ്ട്? 2,8,7. 2,8,7 എന്ന് പറയുമ്പോൾ അവിടെ 3 ഷെല്ലാണുള്ളത്. അപ്പൊ ഇവിടെ പീരീഡ് 3 ആണ്. ഓക്കെ, നെക്സ്റ്റ് ഡിയുടെ നോക്കാം. ഡി ഗ്രൂപ്പിന് ഞാൻ ചെയ്യുന്നുള്ളേ. ലാസ്റ്റ് ഷെല്ലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം നോക്കാം. ലാസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 6. അപ്പൊ ഗ്രൂപ്പ് എങ്ങനെയാ വരാം? 6 + 10 16. പീരീഡ് ഷെല്ലുകളുടെ എണ്ണം തന്നെയാണ് പീരീഡ് നമ്പർ. ഇവിടെ എത്ര ഷെല്ലുണ്ട്? 2,6 എന്ന് പറയുമ്പോൾ അവിടെ 2 ഷെല്ലുള്ളൂ. പീരീഡ് 2. അടുത്ത നോക്കാം
ലാസ്റ്റ് ഷെല്ലുള്ള ഇലക്ട്രോണുകൾ എണ്ണം നോക്കിയേ 8. അപ്പൊ 8നോട് എത്ര കൂട്ടണം? 10 കൂട്ടുക. അപ്പൊ 8 + 10 18. 18ാമത്തെ ഗ്രൂപ്പിലുള്ള എലമെന്റ് ആണിത്. പീരീഡ് എങ്ങനെ കണ്ടുപിടിക്കുക? ഷെല്ലുകളുടെ എണ്ണം തന്നെയാണ് പീരീഡ് നമ്പർ. 2,8 എന്ന് പറയുമ്പോൾ അവിടെ 2 ഷെല്ലാണുള്ളത്. സോ നമ്മുടെ പീരീഡ് നമ്പർ 2 ആണ്. നെക്സ്റ്റ് നോക്കിയേ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഗ്രൂപ്പ് കണ്ടുപിടിച്ചേ. ലാസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 4. സോ നമ്മുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് 10 + 4 14 ആണ് വരുന്നത്. എന്ത് കണ്ടുപിടിക്കണം? പീരീഡ് കണ്ടുപിടിക്കണം. പീരീഡ് എങ്ങനെ കണ്ടുപിടിക്കുക? ഷെല്ലുകളുടെ എണ്ണം തന്നെയാണ് പീരീഡ് നമ്പർ. ഇവിടെ എത്ര ഷെല്ലുണ്ട്? 2 ഷെല്ല്. സോ പീരീഡ് നമ്പർ 2 ആണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞു. വളരെ എളുപ്പമാണ്. ഗ്രൂപ്പും പീരീഡും കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഓക്കെ, പഠിച്ചിട്ട് തന്നെ പോകണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. നെക്സ്റ്റ്, the electron configuration of an element X is 2,8,8,1. എക്സ് എന്ന് പറഞ്ഞൊരു എലമെന്റ്, അത് റിയൽ അല്ല, സിമ്പിൾ വെറുതെ തന്നേക്കുന്ന സിമ്പിളാണ് കേട്ടോ. എക്സ് എന്ന് പറയുന്ന ഒരു എലമെന്റിന്റെ അല്ലെങ്കിൽ ഒരു മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസമാണ് എന്ത്? 2,8,8,1. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ അറ്റോമിക് നമ്പർ ഓഫ് എക്സ്. എക്സിന്റെ ആറ്റോമിക നമ്പർ കണ്ടുപിടിക്കുക. നമുക്കറിയാം ഒരാറ്റത്തിലുള്ള ഇലക്ട്രോണുകളുടെ ആകെ എണ്ണം തന്നെയാണ് ആറ്റോമിക നമ്പർ. സോ ഇതല്ലേ എന്ന് വെച്ചാൽ എന്താ? 2,8,8,1 എന്ന് വെച്ചാൽ എന്താണ്? കെയില് 2 ഇലക്ട്രോൺസ് ഉണ്ട്, എല്ലില് 8 ഇലക്ട്രോൺസ് ഉണ്ട്, എമ്മില് 8 ഇലക്ട്രോൺസ് ഉണ്ട്, എന്നില് 1 ഇലക്ട്രോൺ ആണ്. എൻ ആണ് കേട്ടോ, എന്നില് 1 ഇലക്ട്രോൺ ആണുള്ളത്. ഓക്കെ, അപ്പൊ ഇലക്ട്രോണുകളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ആറ്റോമിക നമ്പർ കിട്ടും. ഓക്കെ, അപ്പൊ 2 + 8 2 + 8 + 8 + 1 എത്ര വരാം? 2 + 8 + 8 + 1 19. അപ്പൊ അറ്റോമിക നമ്പർ 19 ആണ് കേട്ടോ. അപ്പൊ ഓർത്ത് വെക്കുക, ഇലക്ട്രോണുകളുടെ ആകെ എണ്ണം തന്നെയാണ് ആറ്റോമിക നമ്പർ. ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ കേട്ടോ, ആറ്റോമിക് നമ്പറിന്റെ മലയാളം ആറ്റോമിക നമ്പർ തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ടു വിച്ച് ഗ്രൂപ്പ് ഡസ് ഇറ്റ് ബിലോങ്? ഈ എലമെന്റിന്റെ, എക്സ് എന്ന് പറയുന്ന എലമെന്റിന്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കുക. ടീച്ചർ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ വന്നേ? 2,8,8,1 ആണ് വന്നേക്കണം അല്ലേ? ഓക്കെ, അപ്പൊ ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ പറഞ്ഞാല് ഗ്രൂപ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ നോക്കുക, ആരെ നോക്കണം? ലാസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം നോക്കണം കേട്ടോ. ലാസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 1 ഇലക്ട്രോൺ ആണുള്ളത്. ലാസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 1. 2 ഇലക്ട്രോൺ ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 2. 2 കൂടുതൽ ഏത് വാല്യൂ വന്നാലും 10 കൂട്ടിയിട്ട് വേണം നമ്മൾ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ. സോ ഇവിടെ ഗ്രൂപ്പ് നമ്പർ 1 ആണ്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റിന് ആൻസർ ആയത് ഗ്രൂപ്പ് നമ്പർ 1. ബി ക്വസ്റ്റിന് ആൻസർ കിട്ടാം. അടുത്തെന്താ? വാട്ട് ഈസ് ഇറ്റ്സ് പീരീഡ് നമ്പർ? ഇത് എത്രാമത്തെ പീരീഡിലാണ് വരുന്നത്? ടീച്ചർ ഓൾറെഡി പറഞ്ഞാണ്, പീരീഡ് എന്ന് കേൾക്കുമ്പോ നമ്മൾ ഓർക്കുക ഷെല്ലുകളുടെ എണ്ണം തന്നെയാണ് പീരീഡ് നമ്പർ. ഓക്കെ, ഇവിടെ എത്ര ഷെല്ലുണ്ട്? 2,8,8,1 എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര ഷെല്ലുണ്ട്? 4 ഷെല്ലുണ്ട്. സോ പീരീഡ് നമ്പർ എത്രയായിരിക്കും? 4 ആയിരിക്കും കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ആണ് 4. 4. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടു വിച്ച് ഫാമിലി ഡസ് ഇറ്റ് ബിലോങ്? നമുക്കറിയാം നമ്മുടെ പീരിയോഡിക് ടേബിളിലുള്ള എലമെന്റ്സിനെ നമ്മൾ ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എത്രാമത്തെ ഗ്രൂപ്പാ? 1ാമത്തെ ഗ്രൂപ്പ്. നിങ്ങൾ എല്ലാ ഗ്രൂപ്പിന്റെയും പേര് പഠിച്ചു വെച്ചോളണം കേട്ടോ. ഇത് 1ാമത്തെ ഗ്രൂപ്പാണ്. 1ാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ആൽക്കലി മെറ്റൽസ്. 2ാമത്തെ ഗ്രൂപ്പിനെ എന്താ വിളിക്കുക? ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ഓക്കെ, അപ്പൊ ആ പേരുകളൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. ഇത് ഫസ്റ്റ് ഗ്രൂപ്പാണ്. ഫസ്റ്റ് ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ആൽക്കലി മെറ്റൽസ്. മലയാളത്തില് ആൽക്കലി ലോഹങ്ങൾ എന്ന് വിളിക്കും കേട്ടോ. ആൽക്കലി മെറ്റൽസ്, ആൽക്കലി ലോഹങ്ങൾ. അപ്പൊ എല്ലാ ഫാമിലിയുടെ പേരും നിങ്ങൾ പഠിച്ചു വെക്കുക. പ്രത്യേകമുള്ള പേരുകൾ, ഇപ്പൊ ഹാലോജൻ, നോബിൾ ഗ്യാസ് ഒക്കെ അത് നിർബന്ധമായിട്ടും പഠിച്ചോളണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. എല്ലാ ഗ്രൂപ്പിന്റെയും പേര് പഠിക്കണം. പ്രത്യേകമായിട്ടുള്ള പേരുകളെ പ്രത്യേകിച്ച് എടുത്ത് പഠിക്കുക കേട്ടോ. ഇപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിനെ നമ്മൾ ആൽക്കലി മെറ്റൽസ് എന്ന് വിളിക്കും. 2ാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് വിളിക്കും. പിന്നെ 3 മുതൽ 12 വരെയുള്ളവരെ ട്രാൻസിഷൻ എലമെന്റ്സ്, ട്രാൻസിഷൻ മെറ്റൽസ് എന്നാണ് വിളിക്കുക. 13 ബോറോൺ ഫാമിലി. പിന്നെ പ്രത്യേകമായിട്ടുള്ളൊരു പേര് വരുന്നത് എന്താ? 17ാമത്തെ ഗ്രൂപ്പിനാണ്. അവരെ നമ്മൾ ഹാലോജൻസ് എന്നാണ് വിളിക്കുക. പിന്നെ 18ാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ എന്താ വിളിക്കുക? നോബിൾ ഗ്യാസ് എന്നാണ് വിളിക്കുക. അപ്പോൾ അങ്ങനെയുള്ള പ്രത്യേകമായിട്ടുള്ള പേരുകൾ പ്രത്യേകമായിട്ട് പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. റൈറ്റ് ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദ നോബിൾ ഗ്യാസ് which comes just before this element.
ഈ എക്സ് എന്ന മൂലകം അതിന് തൊട്ട് മുമ്പേ വരുന്ന ഉത്കൃഷ്ടവാതകം അല്ലെങ്കിൽ നോബിൾ ഗ്യാസിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാൻ. നോക്കിയേ, ഇവിടെ ആറ്റോമിക നമ്പർ എത്രയാണ്? 19 ഇനി തൊട്ട് മുമ്പ് വരുന്ന നോബിൾ ഗ്യാസ് എന്ന് പറയുമ്പോൾ അതിന് ആറ്റോമിക നമ്പർ എത്രയാണ്? 18 വരാട്ടോ. ഈ പറയുന്ന എക്സ് എന്ന എലമെന്റിന്റെ ആറ്റോമിക നമ്പർ 19 അതിന് തൊട്ട് മുമ്പേ വരുന്ന നോബിൾ ഗ്യാസ് എന്ന് പറയുമ്പോൾ അതിന്റെ ആറ്റോമിക നമ്പർ 18 സോ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാ വരാ? 2,8,8 എന്നാണ് വരാ. എന്താ വരാ? 2,8,8 എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഇവിടുത്തെ എല്ലാ ക്വസ്റ്റിന്റെ ആൻസറും നമ്മൾ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. There are 3 shells in an atom of an element P. P എന്ന എലമെന്റിന്റെ ആറ്റത്തിൽ 3 ഷെല്ലുണ്ട്. അപ്പൊ തന്നെ ആലോചിക്കുക, 3 ഷെൽസ്, ഷെല്ലുകളുടെ എണ്ണം തന്നെയാണ് പീരീഡ് നമ്പർ. അപ്പൊ ക്വസ്റ്റിനോട്ട് കടക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്ത് കിട്ടി? ഇത് എത്രാമത്തെ പീരീഡിലാണെന്ന് കിട്ടി? പീരീഡ് ഈക്വൽ ടു 3 എന്നാണെന്ന് കിട്ടി. ഓക്കെ, കാരണം എന്താണ്? ഷെല്ലുകളുടെ എണ്ണം തന്നെയാണ് പീരീഡ് നമ്പർ. ഓക്കെ, അപ്പൊ അത് എവിടെയെങ്കിലും എഴുതി വെക്കുക. എന്നിട്ട് വായിക്കാം. There are 7 electrons in its outermost shell. അതിന്റെ ലാസ്റ്റ് ഷെല്ലില്, അവസാനത്തെ ഷെല്ലില് അല്ലെങ്കിൽ വാലൻസ് ഷെല്ലില് അല്ലെങ്കിൽ ബാഹ്യതമ ഷെല്ലില് 7 ഇലക്ട്രോണുകളാണ് ഉള്ളത്. ഓക്കെ, നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. നോക്കിയേ, പീരീഡ് നമ്പർ 3 അതായത് 3 ഷെല്ലുകളുണ്ട്. അപ്പൊ ഏതൊക്കെയായിരിക്കും ആ ഷെല്ലുകൾ? റഫ് ടീച്ചർ എഴുതാണ്. ഏതൊക്കെയായിരിക്കും 3 ഷെല്ല് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ആള് K, രണ്ടാമത്തെ ആള് L, മൂന്നാമത്തെ ആള് M. ഇതാണ് നമ്മുടെ 3 ഷെല്ല്. പിന്നെന്താ പറഞ്ഞേക്കണേ? ലാസ്റ്റ് ഷെല്ല് അല്ലെങ്കിൽ ബാഹ്യതമ ഷെല്ലില് 7 ഇലക്ട്രോൺസ് ഉണ്ട്. ഇവിടുത്തെ ലാസ്റ്റ് ഷെല്ല് ഏതാ? K ആണോ? അല്ല. L ആണോ? അല്ല. പിന്നെ ആരാ? M ആണ്. ഈ ലാസ്റ്റ് ഷെല്ലില് 7 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് എനർജി ഡിക്രീസിങ് ഓർഡറിലാണ്. അപ്പൊ കെയും എല്ലും നിറയാണ്ട് ആര് ഇലക്ട്രോൺസ് എങ്ങോട്ട് കടക്കില്ല? എമ്മിലോട്ട് കടക്കില്ല. ഓക്കെ, അപ്പൊ കെയിൽ എത്ര എണ്ണം ഉണ്ടാവും? 2 എണ്ണം. എല്ലിൽ എത്ര എണ്ണം ഉണ്ടാവും? 8 എണ്ണം. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ കിട്ടി. എന്താ? 2,8,7. ഇത്രയും എഴുതി വെച്ചതിന് ശേഷം നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. നോക്കാട്ടാ. Write the electron configuration of element P. P യുടെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാം. എങ്ങനെ വരാം? 2,8,7. നെക്സ്റ്റ്, വാട്ട് ഈസ് ഇറ്റ്സ് ആറ്റോമിക് നമ്പർ? ഇതിന്റെ ആറ്റോമിക നമ്പർ എത്ര? ആറ്റോമിക നമ്പർ എന്ന് വെച്ചാൽ എന്താ? ആറ്റോമിക നമ്പർ എങ്ങനെ കണ്ടുപിടിക്കുക? ഇലക്ട്രോണുകളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ആറ്റോമിക നമ്പർ കിട്ടും. ഇവിടെ 2,8,7 എന്ന് പറയുമ്പോൾ ഒരു ആറ്റോമിക് നമ്പർ എത്രയാണ്? 17 നെക്സ്റ്റ്, ടു വിച്ച് പീരീഡ് ഡസ് ഇറ്റ് ബിലോങ്? ഇതിന്റെ പീരീഡ് കണ്ടുപിടിക്കുക. ഞാൻ പറഞ്ഞു ഷെല്ലുകളുടെ എണ്ണം തന്നെയാണ് പീരീഡ് നമ്പർ. 3 ഷെല്ലാണ് ഇവിടെ ഉള്ളത് അല്ലേ? അപ്പൊ ഇതിന്റെ പീരീഡ് 3. നെക്സ്റ്റ് നോക്കാം. ടു വിച്ച് ഗ്രൂപ്പ് ഡസ് ഇറ്റ് ബിലോങ്? ഈ മൂലകം ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്? ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ പറഞ്ഞാല് ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം നോക്കാം. ഇവിടെ ലാസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺസ് ഉണ്ട്, 7 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ ഗ്രൂപ്പ് എങ്ങനെ കണ്ടുപിടിക്കുക? ലാസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണത്തിനോട് 10 കൂട്ടാം, 17. ഓക്കെ, ഡ്രോ ദ മോഡൽ ഓഫ് ദിസ് ആറ്റം. ഈ ആറ്റത്തിന്റെ മോഡൽ വരയ്ക്കുക. അത് നമ്മൾ ശരിക്കും ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ അല്ല, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ആറ്റം മോഡലൊക്കെ മര്യാദയ്ക്ക് വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ സ്വന്തമായിട്ട് വരച്ചു നോക്കുക കേട്ടോ. ടീച്ചർക്ക് വരയ്ക്കണില്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് വരയ്ക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതിയേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ദ എലമെന്റ് M belong to third period and group 1. M എന്ന് പറഞ്ഞ ഏതോ ഒരു എലമെന്റ്, സിമ്പിൾ റിയൽ ഒന്നും അല്ല കേട്ടോ. എമ്മിന്റെ എന്തൊക്കെ പറഞ്ഞിട്ടുള്ളത്? ബിലോങ് ടു തേർഡ് പീരീഡ്, 3ാമത്തെ പീരീഡ് ആണ്. അതിനർത്ഥം എന്താ? ഷെല്ലുകളുടെ എണ്ണം 3 നമുക്ക് എഴുതി വെക്കാം. പീരീഡ് എത്രയാണ്? പീരീഡ് 3, which means there are 3 shells. പീരീഡ് 3 ആണെന്ന് വെച്ചാൽ എന്താ അർത്ഥം? 3 ഷെല്ലുകൾ ഉണ്ട്. നെക്സ്റ്റ് നോക്കാം. ആൻഡ് ഗ്രൂപ്പ് 1, അതിന്റെ ഗ്രൂപ്പ് 1 ആണ്. ഗ്രൂപ്പ് എത്രയാണ്? ഗ്രൂപ്പ് 1. അപ്പൊ M എന്ന് പറഞ്ഞ ഒരു എലമെന്റ്, അതിന്റെ പീരീഡ് 3 ഗ്രൂപ്പ് 1. നോക്കാം. റൈറ്റ് ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദിസ് എലമെന്റ്. വല്ല കൺഫ്യൂഷൻ ഉണ്ടോ? ഗ്രൂപ്പും പീരീഡും തന്നിട്ടുള്ളൂ, എങ്ങനെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതും? ഒരു ബുദ്ധിമുട്ടില്ല. നോക്കിയേ, എത്ര ഷെല്ലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പീരീഡ് 3 അതിനർത്ഥം എന്താ? 3 ഷെല്ലുണ്ട്. ഏതൊക്കെയായിരിക്കും ആ ഷെല്ല്? നമുക്കറിയാലോ, K, L, M. ഓക്കെ, അതെഴുതി. ഇനി നോക്കാം. ഗ്രൂപ്പ് 1. നമ്മളൊന്ന് ആലോചിച്ചേ, എങ്ങനെയാണ് നമ്മൾ ഗ്രൂപ്പ് കണ്ടുപിടിക്കുക?
ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ നമ്മൾ ആരെ നോക്കുക? ലാസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണമാണ് നോക്കുക അല്ലേ. ലാസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 1 ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 1, 2 ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 2, 2ൽ കൂടുതലുള്ള ഏത് വാല്യൂ വന്നാലും 10 കൂട്ടിയിട്ടാണ് ഗ്രൂപ്പ് നമ്പർ എഴുതാം. ഇവിടെ ഗ്രൂപ്പ് നമ്പർ എത്രയാണ്? 1 ആണ്. അതിനർത്ഥം എന്താ? ലാസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ആണ് ഉള്ളത്. ഓക്കെ, ലാസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ആണ് ഉള്ളത്. ഓക്കെ, എമ്മിൽ ഒരു ഇലക്ട്രോൺ ആണെന്ന് കിട്ടി. എമ്മിൽ ഒരു ഇലക്ട്രോൺ ആണെങ്കിൽ കെയും എല്ലും നിറയാണ്ട് ആ ഇലക്ട്രോൺസ് എങ്ങോട്ട് കിടക്കില്ല? എമ്മിലോട്ട് കിടക്കില്ല. അപ്പൊ കെയിൽ എത്ര എണ്ണം ഉണ്ടാവും? 2 എണ്ണം ഉണ്ടാവും. എല്ലിൽ 8 എണ്ണം ഉണ്ടാവും. അപ്പൊ നമ്മുടെ കോൺഫിഗറേഷൻ നമുക്ക് കിട്ടിയല്ല, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം കിട്ടി 2,8,1 ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. റൈറ്റ്സ് ഇറ്റ്സ് നെയിം ആൻഡ് സിംബൽ. ഇതിന്റെ ഈ മൂലകത്തിന്റെ പേരും പ്രതീകവും എഴുതുക. അപ്പൊ നോക്കാം എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2,8,1 എന്ന് പറയുമ്പോൾ 11 ഇലക്ട്രോൺസ് ഉണ്ട്. അതായത് ഇതിന്റെ ആറ്റോമിക നമ്പർ 11 ആണ്. ആറ്റോമിക നമ്പർ 11 ആയ ആളാണ് നമ്മുടെ സോഡിയം, Na. ഓക്കെ, നെയിം സോഡിയം എന്നാണ്, സിംബല് Na എന്നാണ് കേട്ടോ. നെക്സ്റ്റ്, ടു വിച്ച് ഫാമിലി ഡസ് ദിസ് എലമെന്റ് ബിലോങ്? ഇത് ഏത് ഗ്രൂപ്പാണ്? ഒന്നാമത്തെ ഗ്രൂപ്പാണ്. ഒന്നാമത്തെ ഗ്രൂപ്പ് ഏത് ഫാമിലിയിലാണ് വരാ? ഏത് ഫാമിലിയിലാണ് വരാ? ഏത് കുടുംബത്തിലാണ് വരാ? ആൽക്കലി മെറ്റൽസ് അല്ലെ, ആൽക്കലി ലോഹങ്ങൾ എന്ന് പറഞ്ഞ ഫാമിലിയിലാണ് വരാ. ഓക്കെ, അപ്പൊ നമ്മുടെ സി ക്വസ്റ്റിന്റെ ആൻസറും കിട്ടി. ആൽക്കലി മെറ്റൽസ്, ആൽക്കലി ലോഹങ്ങൾ. ഇച്ചിരി മലയാളം പറയുന്നുണ്ട്, നിങ്ങളത് എഴുതി വെച്ചോളണം കേട്ടാ. ആൽക്കലി മെറ്റൽസ്. ഓക്കെ, നെക്സ്റ്റ്, write the electron configuration of the element belonging to the same period and group 13. ഇതേ പീരീഡിലുള്ള, ഇതേ പീരീഡ് എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ പീരീഡ്. പീരീഡ് ഏതാണ്? 3. ഗ്രൂപ്പ് എത്രയാണ്? പീരീഡ് 3, ഗ്രൂപ്പ് 13. പീരീഡ് 3 എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇവിടെ 3 ഷെല്ലുകൾ ഉണ്ട്. ഏതൊക്കെയാണത്? കെ, എൽ, എം. ഇനി ഗ്രൂപ്പ് എത്രയാണ്? 13. നമ്മൾ എങ്ങനെ ഗ്രൂപ്പ് കണ്ടുപിടിക്കുക? ലാസ്റ്റ് ഷെല്ലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം നോക്കിയിട്ടാണ് ഗ്രൂപ്പ് കണ്ടുപിടിക്കുക. ഓക്കെ, ലാസ്റ്റ് ഷെല്ലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 1 ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 1, 2 ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 2, 2നേക്കാളും വലിയ ഏത് വാല്യൂ വന്നാലും നമ്മൾ എന്ത് ചെയ്യും? 10 കൂട്ടും. നമുക്ക് ലാസ്റ്റ് ഷെല്ലുള്ള ഇലക്ട്രോണുകൾ എണ്ണം അറിയില്ല. അപ്പൊ ടീച്ചർ തൽക്കാലം അത് എന്തായിട്ട് എടുക്കാണ്? എക്സ് ആയിട്ട് എടുക്കാണ്. ഓക്കെ, അതിനോട് 10 കൂട്ടിയപ്പോ നമുക്ക് എത്ര കിട്ടി? ഗ്രൂപ്പ് നമ്പർ കിട്ടി. എത്രയാണത്? 13. നമുക്കപ്പോൾ എക്സ് അല്ലേ കണ്ടുപിടിക്കേണ്ടേ? എക്സിന് ഇവിടെ നിർത്താം. ഈ 10ന് ഇങ്ങോട്ട് എടുക്കാം. അപ്പൊ എന്ത് വരും? 13 - 10 = അതായത് ഈ ലാസ്റ്റ് ഷെല്ലില് 3 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. ലാസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺസ് ഉണ്ട്? 3 എണ്ണം ഉണ്ട്. ഇനി കെയും എല്ലും നിറയാണ്ട് എമ്മിലോട്ട് ഇലക്ട്രോൺസ് കടക്കില്ല. അപ്പൊ കെയിൽ എത്ര എണ്ണായി? 2. എല്ലിൽ എത്ര എണ്ണായി? 8. എമ്മിൽ എത്ര എണ്ണായി? 3. അപ്പൊ 2,8,3 ഇലക്ട്രോൺ കോൺഫിഗറേഷൻ കിട്ടി. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഇതേത് മൂലം? ഓക്കെ, ഇത് റൈറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദ എലമെന്റ് ബിലോങ് ടു ദ സെയിം പീരീഡ് ആൻഡ് ഗ്രൂപ്പ് 13. ഇതേ പീരീഡിലുള്ള 13ാമത്തെ ഗ്രൂപ്പിലുള്ള എലമെന്റിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം കിട്ടി എന്താണ്? 2,8,3 എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. Electron configuration of element P, Q, R and S are given. Symbols are not real. Symbol ഒന്നും റിയൽ അല്ല. 3 എലമെന്റ്സ് ആണ്. P ഉണ്ട്, R ഉണ്ട്, Q ഉണ്ട്, S ഉണ്ട്. അതിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, P, Q, R, S എന്നീ മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം ചുവടെ കൊടുത്തിരിക്കുന്നു. പ്രതീകങ്ങൾ യഥാർത്ഥമല്ല. ആദ്യത്തത് വിച്ച് ഓഫ് ദിസ് എലമെന്റ് ബിലോങ് ടു സെയിം പീരീഡ്. ഇതിൽ ആരൊക്കെയാണ് ഒരേ പീരീഡിലുള്ളത്? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ഓഫ് ദിസ് എലമെന്റ് ബിലോങ് ടു സെയിം ഗ്രൂപ്പ്. ഇതിൽ ആരൊക്കെയാണ് ഒരേ ഗ്രൂപ്പിൽ വരുന്നത്? ഐഡന്റിഫൈ. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പും പീരീഡും കണ്ടുപിടിക്കണം. എളുപ്പമാണ്. പിയുടെ ഗ്രൂപ്പ് ആദ്യം നമ്മൾ കണ്ടുപിടിച്ച്. പിയുടെ ഗ്രൂപ്പ് എത്രയാ? ലാസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോണുകൾ എണ്ണം 7 ആണ്. അപ്പോൾ ഗ്രൂപ്പ് എത്രയാണ് വരുന്നത്? 17 ആണ് വരിക. പീരീഡ് എത്രയാണ് വരുന്നത്? ഷെല്ലുകളുടെ എണ്ണം 2 ഷെല്ലുണ്ട് അല്ലേ? പീരീഡ് 2. അടുത്തത് 6. ഗ്രൂപ്പ് നോക്കാൻ പറഞ്ഞാൽ ലാസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോണുകൾ എണ്ണം നോക്കാം. ലാസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺസ് ഉണ്ട് 1. അപ്പൊ ഇതിന്റെ ഗ്രൂപ്പ് നമ്പർ 1 ആണ്. പീരീഡ് എത്ര വരാം? 3. അടുത്ത ആളെ നോക്കാം, Q. ഓക്കെ, ഇവിടെ ലാസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോണുകൾ എണ്ണം 8. അപ്പൊ ഗ്രൂപ്പ് എത്ര വരാം? 18. പീരീഡ് എത്ര വരാം? 2. കാരണം 2 ഷെല്ലുകളേ ഉള്ളൂ. മൂന്നാമത്തെ നോക്കാം, S അല്ലേ? എസ്സില് ലാസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ആണ് വരുന്നത്. അപ്പൊ ഗ്രൂപ്പ് 17, പീരീഡ്
അപ്പൊ എല്ലാത്തിന്റെയും ഗ്രൂപ്പും പീരീഡും നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, വിച്ച് ഓഫ് ദിസ് എലമെന്റ് ബിലോങ് ടു സെയിം പീരീഡ്? ഇതിൽ ഒരേ പീരീഡിൽ വരുന്ന എലമെന്റ്സ് ഏതെല്ലാം? ഒരേ പീരീഡിൽ വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാണ്? ക്യൂവും പിയും ക്യൂവും ഒരേ പീരീഡിലാണ് വരുന്നത്. പിയും ക്യൂവും ഒരേ പീരീഡിലാണ് വരുന്നത്. അതേപോലെ ആറും എസും ഒരേ പീരീഡിലാണ് വരുന്നത്. ഓക്കെ, അവരുടെ ഷെല്ലുകളുടെ എണ്ണം സെയിം ആണ് കേട്ടോ. ഓക്കെ അല്ലേ? ശരിയല്ലേ? നോക്കിയേ, പിയിൽ 2 ഷെല്ലുണ്ട്, ക്യൂവിൽ 2 ഷെല്ലുണ്ട്. അപ്പൊ പിയും ക്യൂ. ഇനി ആറില് 3 ഷെല്ലുണ്ട്, എസിലും 3 ഷെല്ലുണ്ട്. സോ ആറും എസും. അടുത്ത നോക്കാം, വിച്ച് ഓഫ് ദിസ് എലമെന്റ് ബിലോങ് ടു സെയിം ഗ്രൂപ്പ്? ഒരേ ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ്സ് ഏതെല്ലാം? ഒരേ ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാ? പിയും ഗ്രൂപ്പ് അല്ലേ? ഒരേ ഗ്രൂപ്പിൽ വരുന്നത് പിയും എസും ഒരേ ഗ്രൂപ്പിലാണ് വരുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ ഒരേ ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാണ്? പിയും എസും. നോക്കാം, പിയുടെ ഗ്രൂപ്പ് 17 ആണ്, എസിന്റെ ഗ്രൂപ്പും 17 ആണ്. അപ്പൊ അവരാണ് ഒരേ ഗ്രൂപ്പിൽ വരുന്നത് കേട്ടോ. നെക്സ്റ്റ്, ഐഡന്റിഫൈ ദ നോബിൾ ഗ്യാസ് എമംഗ് ദീസ്. ഇതിലുള്ള ഉത്കൃഷ്ടവാതകം അല്ലെങ്കിൽ നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസിനെ കണ്ടുപിടിക്കുക. എങ്ങനെയാ കണ്ടുപിടിക്കുക? എല്ലാ നോബിൾ ഗ്യാസസിന്റെയും ഹീലിയം ഒഴിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ നോബിൾ ഗ്യാസിന്റെയും ലാസ്റ്റ് ഷെല്ലില്, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ അല്ലെങ്കിൽ ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും? 8 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ഇവിടെ നോക്കിയേ, ലാസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വരുന്നത് നമ്മുടെ ക്യൂവിന് മാത്രമാണ്. സോ ഇതിലുള്ള നോബിൾ ഗ്യാസ് ആരാ? ക്യൂ ആണ് കേട്ടോ. അപ്പൊ നോബിൾ ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കണം? ലാസ്റ്റ് ഷെല്ലില് 8 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. ഓക്കെ, ഓർത്ത് വെക്കാം കേട്ടോ. നെക്സ്റ്റ്, ഫൈൻഡ് ദ ഗ്രൂപ്പ് നമ്പർ ആൻഡ് പീരീഡ് നമ്പർ ഓഫ് ദ എലമെന്റ് എസ്. ഓക്കെ, എസിന്റെ ഗ്രൂപ്പും പീരീഡും കണ്ടുപിടിക്കുക. ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് 17 ആണ്, പീരീഡ് 3 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഫ്യൂ എലമെന്റ്സ് ആർ ഗിവൺ. സിംബൽസ് ആർ നോട്ട് റിയൽ. കുറച്ച് എലമെന്റ്സിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. വിച്ച് ഓഫ് ദീസ് എലമെന്റ് ഹാസ് ബിഗ്ഗർ ആറ്റം, എ ഓർ ബി? എക്കാണോ ബിക്കാണോ ആറ്റത്തിന്റെ വലിപ്പം കൂടുതൽ? ഓക്കെ, ആറ്റത്തിന്റെ വലിപ്പം സൈസിനെ കുറിച്ചൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ ആലോചിക്കുക. ഒരു ഗ്രൂപ്പില് ഫ്രം ടോപ്പ് ടു ബോട്ടം, മുകളിൽ നിന്ന് താഴേക്ക് വരും തോറും ഷെല്ലുകളുടെ എണ്ണം കൂടും, അതുകൊണ്ട് തന്നെ അവരുടെ സൈസും കൂടും. ഗ്രൂപ്പിൽ എന്താ പറ്റുക? മുകളിൽ നിന്ന് ഫ്രം ടോപ്പ് ടു ബോട്ടം, മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ആറ്റത്തിന്റെ വലിപ്പം കൂടി വരുന്നു. എന്തുകൊണ്ടാണ്? ബിക്കോസ് നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസസ് ഇൻ ഈച്ച് സ്റ്റെപ്പ്. ഓരോ സ്റ്റെപ്പിലും ഷെല്ലുകളുടെ എണ്ണം കൂടി വരും. ഇനി ഗ്രൂപ്പിലുള്ള കാര്യം മാത്രം പഠിച്ചാൽ മതി. ഗ്രൂപ്പിൽ എന്ത് ചേഞ്ച് ആണോ നടക്കുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അവിടെ ഉണ്ടാവുക, പീരീഡിൽ ഉണ്ടാവാം. ഓക്കെ, ഗ്രൂപ്പിൽ ടോപ്പ് ടു ബോട്ടം സൈസ് കൂടാണെങ്കിൽ ഇൻ എ പീരീഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്, ഇടത്ത് നിന്ന് വലത്തോട്ട് മൂവ് ചെയ്യും തോറും ആറ്റത്തിന്റെ സൈസ് കുറഞ്ഞു വരും. കാരണം എന്താണെന്നറിയോ? കാരണം there is no change in number of shells. ഷെല്ലുകളുടെ എണ്ണത്തിൽ ഒരു വ്യത്യാസവും ഇല്ല. അറ്റ് ദ സെയിം ടൈം അറ്റോമിക് നമ്പർ ഇൻക്രീസസ്. അറ്റോമിക നമ്പർ കൂടും. സോ ന്യൂക്ലിയർ ചാർജ് ഓൾസോ ഇൻക്രീസസ്. ഓക്കെ, അതായത് ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്തോറും ആറ്റോമിക നമ്പർ ഇൻക്രീസ് ചെയ്യും. അതിനാൽ ന്യൂക്ലിയർ ചാർജ് കൂടും. പക്ഷെ ഷെല്ലുകളുടെ എണ്ണത്തിൽ ഒരു വ്യത്യാസവും സംഭവിക്കുന്നില്ല. സോ ഈ ന്യൂക്ലിയസ് വളരെ സ്ട്രോങ് ആയിട്ട് ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യുന്നതുകൊണ്ട് ആറ്റത്തിന്റെ സൈസ് കുറഞ്ഞു വരും. എപ്പോ? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് മൂവ് ചെയ്യുമ്പോൾ. അത് മാത്രം ആലോചിക്കുക കേട്ടോ. ഫ്രം ടോപ്പ് ടു ബോട്ടം സൈസ് ഇൻക്രീസ് ചെയ്യും, പീരീഡിൽ ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യുമ്പോൾ സൈസ് ഡിക്രീസ് ചെയ്യും. ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് വേണം ആൻസർ എഴുതാനായിട്ട്. നോക്കാം, എയും ബിയും കൺസിഡർ ചെയ്യാം. അപ്പോൾ എ എന്ന് പറയുന്നത് എയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിയേ 2,1 ആണ്. ബിയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിയേ 2,8,1 ആണ്. ഇതിൽ നമുക്ക് എന്ത് മനസ്സിലായി? എയുടെയും ബിയുടെയും ഗ്രൂപ്പ് നമ്പർ സെയിം ആണ്. കണ്ടോ? ലാസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ, സോ ഗ്രൂപ്പ് നമ്പർ 1. ഇവിടെയും ലാസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ, ഗ്രൂപ്പ് നമ്പർ 1. പിന്നെന്താ വ്യത്യാസം? എ എന്ന് പറയുന്നത് 2ാമത്തെ പീരീഡിലുള്ള എലമെന്റ് ആണ്, ബി എന്ന് പറയുന്നത് 3ാമത്തെ പീരീഡിലുള്ള എലമെന്റ് ആണ്. ഓക്കെ, അപ്പോൾ എക്കായിരിക്കും ബിക്കായിരിക്കും സൈസ് കൂടുതൽ. ടീച്ചർ ഇപ്പോൾ പറഞ്ഞൊരു കോൺസെപ്റ്റ് വെച്ചിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എക്കായിരിക്കും ബിക്കായിരിക്കും സൈസ് കൂടുതൽ. നോക്കാം, എ ആദ്യം വരും, തൊട്ട് താഴെയാണ് ബി വരാം അല്ലേ? നോക്കിയേ, എക്ക് 2 ഷെല്ലുള്ളൂ, ബിക്ക് 3 ഷെല്ലുണ്ട്. അതിനർത്ഥം എന്താ? ഓൾറെഡി നമുക്കറിയാം എയും ബിയും ഒരേ ഗ്രൂപ്പിലാണ്. പക്ഷേ എയുടെ പീരീഡ് നമ്പർ 2 ആണ്, ബിയുടെ പീരീഡ് നമ്പർ 3 ആണ്. അതിനർത്ഥം എന്താ? എയുടെ താഴെയാണ് ബി വരുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരും തോറും ഷെല്ലുകളുടെ എണ്ണം കൂടുന്നത് കൊണ്ട്
എന്ത് കൂടും? ആറ്റത്തിന്റെ സൈസ് കൂടും. ഓക്കെ, അപ്പോൾ എനേക്കാളും സൈസ് കൂടുതൽ ആർക്കായിരിക്കും? ബിക്കായിരിക്കും കേട്ടോ. എനേക്കാളും സൈസ് കൂടുതൽ ആർക്കാണ്? ബിക്കാണ്. സോ എ ഈസ് എനേക്കാളും ബിഗ്ഗർ ആയിട്ടുള്ള ആൾ ആരാണ്? ബി ആണ് കേട്ടോ. ബിക്കാണ് സൈസ് കൂടുതൽ. കാരണം എയും ബിയും ഒരേ ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ്സ് ആണ്. ബി എന്ന് പറയുന്നത് എനേക്കാളും താഴെയാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതോറും ഷെല്ലുകളുടെ എണ്ണം കൂടുന്നത് കൊണ്ട്, ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതോറും ഷെല്ലുകളുടെ എണ്ണം കൂടുന്നത് കൊണ്ട് എന്ത് കൂടുന്നു? സൈസ്, ആറ്റത്തിന്റെ സൈസ് കൂടുന്നു. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ആറ്റം ഈസ് ബിഗ്ഗർ, ബി ഓർ സി? ബിയും സിയും നോക്കാം. ബിയുടെ കോൺഫിഗറേഷൻ എങ്ങനെയാണ് വരുന്നത്? 2,8,1. സിയുടെ എങ്ങനെയാണ് വരുന്നത്? 2,8,7. ഇവർ സെയിം ഗ്രൂപ്പ് ആണോ? അല്ല, ഇവർ രണ്ടുപേരുടെയും പീരീഡ് നമ്പർ സെയിം ആണ്. അപ്പോൾ അതായത് ഇവർ രണ്ടുപേരും ഒരേ പീരീഡിലുള്ള ആൾക്കാരാണ്. ഒരാൾ ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് വരാ. ഓക്കെ, 17ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലാണ് വരുന്നത്. നമുക്കറിയാം ഒരു പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് മൂവ് ചെയ്യും തോറും ആറ്റത്തിന്റെ സൈസ് കുറഞ്ഞു കുറഞ്ഞു വരും. കാരണം എന്ത് കൂടുന്നു? ആറ്റോമിക് നമ്പർ കൂടുന്നു, ന്യൂക്ലിയർ ചാർജ് കൂടുന്നു, ന്യൂക്ലിയസ് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യും, അതുകൊണ്ട് ആറ്റം ഷ്രിങ്ക് ചെയ്യും. ഓക്കെ ഓക്കെ, അപ്പോൾ ഇവിടെ സൈസ് കൂടുതൽ ബിക്ക് ആയിരിക്കും കേട്ടോ. കാരണം ബി ആണ് ലെഫ്റ്റിലുള്ളത്. ഓക്കെ, ബി എന്ന് പറയുന്നത് ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള ആളാണ്. സി എന്ന് പറയുന്നത് 17th ഗ്രൂപ്പിലുള്ള ആളാണ്. നമുക്കറിയാം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്തോറും സൈസ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. സോ ബി ആണ് വലുത്. അത്രയേ ഉള്ളൂ. ഓക്കെ, കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അടുത്ത് നോക്കാം, ഒരു പീരിയോഡിക് ടേബിളിന്റെ മോഡലാണ് കൊടുത്തിട്ടുള്ളത്. ശരിക്കുള്ള പീരിയോഡിക് ടേബിൾ അല്ല, ജസ്റ്റ് ഈ മാതൃക, ഒരു മോഡലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. കുറച്ച് സിമ്പിളൊക്കെ തന്നിട്ടുണ്ട്. ഈ സിമ്പിൾ ഒന്നും റിയൽ അല്ല. ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് ഓഫ് ദിസ് എലമെന്റ് ബിലോങ് ടു ഹാലജൻ ഫാമിലി? ഹാലജൻ ഫാമിലിയുള്ള എലമെന്റ്സ് ഏതെല്ലാം? ഹാലജൻ ഫാമിലി എന്ന് പറയുമ്പോൾ ഓർക്കാം 17ാമത്തെ ഗ്രൂപ്പിനാണ് ഹാലജൻ ഫാമിലി എന്ന് പറയണേ. ഹാലജൻ ഫാമിലിയിൽ ആരൊക്കെയാണുള്ളത് നോക്കാം. 17ാമത്തെ ഗ്രൂപ്പിൽ ആരൊക്കെയുണ്ട്? എം, എൻ. അടുത്ത് നോക്കി, വിച്ച് ആർ ദ ട്രാൻസിഷൻ എലമെന്റ്സ്? ആരാണ് ഇതിലെ ട്രാൻസിഷൻ എലമെന്റ്സ്? സംക്രമണ മൂലകങ്ങൾ. സംക്രമണ മൂലകങ്ങൾ ഏവാ? നമുക്കറിയാം നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഗ്രൂപ്പ് 3 മുതൽ 12 വരെ, ആ മിഡിലുള്ള ആ 3 മുതൽ 12 വരെയുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നത്. അത് ആരൊക്കെ വരാൻ നോക്കിയേ? ജി, എച്ച് അല്ലേ? 3 മുതൽ 12 വരെയുള്ള ആൾക്കാരിൽ ആരൊക്കെ വരുന്നുള്ളൂ? ജിയും എച്ചും. അടുത്തത്, റൈറ്റ് ദ എലമെന്റ്സ് ഓഫ് ഗ്രൂപ്പ് 1 ഇൻ ദ ഡിക്രീസിങ് ഓർഡർ ഓഫ് ദർ അറ്റോമിക് സൈസ്. ഏലുള്ള എലമെന്റ്സിന് അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? കുറഞ്ഞു വരുന്ന ക്രമത്തിൽ എഴുതാം. നമുക്കറിയാം ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതോറും സൈസ് കൂടി കൂടി വരാണ്. മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതോറും സൈസ് കൂടി കൂടി വരും. അതായത് ഏറ്റവും സൈസ് ഉള്ളത് ആരായിരിക്കും? ഡി. അപ്പോൾ ഏറ്റവും സൈസ് ഡി. ഡീനെ നമ്മൾ ആദ്യം എഴുതി. പിന്നെ ആര് വരും? പിന്നെ സി വരും. പിന്നെ ആര് വരും? ബി വരും. പിന്നെ ആര് വരും? എ വരും. ഇതാണ് ഡിക്രീസിങ് ഓർഡർ കേട്ടോ. ഏറ്റവും സൈസ് കൂടുതൽ ഡിക്ക്, പിന്നെ സിക്ക്, പിന്നെ ബിക്ക്, പിന്നെ എക്ക്. അടുത്തത്, വിച്ച് എലമെന്റ് ഹാസ് സ്മോളർ ആറ്റം ബി ഓർ ഐ? ബിയുടെ സൈസ് ആണോ അല്ലെങ്കിൽ ഐയുടെ സൈസ് ആണോ കുറവ്? അല്ലെ, വിച്ച് എലമെന്റ് ഹാസ് സ്മോളർ ആറ്റം ബി ഓർ ഐ? ബിക്കാണോ ഐക്കാണോ സൈസ് കുറവ്? നമുക്കറിയാം നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യുന്നതോറും സൈസ് കുറഞ്ഞു കുറഞ്ഞു വരും അല്ലെ. അപ്പോൾ ഐക്കാണ് സൈസ് കുറവ്. ഐക്കാണ് സൈസ് കുറവ്. നോക്കാം, ഇനി റൈറ്റ് ദ എലമെന്റ്സ് ഓഫ് പീരീഡ് 3 ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദർ അറ്റോമിക് സൈസ്. പീരീഡ് 3 എന്ന് വെച്ചാൽ ഇത് 3ാമത്തെ പീരീഡിലുള്ള എലമെന്റ്സിന് സൈസിന്റെ എന്തോർഡറിൽ എഴുതാൻ പറഞ്ഞേക്കണേ? ഇൻക്രീസിങ് ഓർഡറിൽ എഴുതാം. ഇൻക്രീസിങ് ഓർഡർ എന്ന് വെച്ചാൽ സൈസ് കൂടി കൂടി വരുന്ന ക്രമത്തിൽ. അപ്പോൾ നമുക്കറിയാം പീരീഡിൽ ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യും തോറും സൈസ് കുറഞ്ഞു കുറഞ്ഞു വരാണ്. ഏറ്റവും സൈസ് കുറവ് ആർക്കായിരിക്കും? എന്നിന്. ഇൻക്രീസിങ് ഓർഡർ എന്ന് പറയുമ്പോൾ ഏറ്റവും സൈസ് കുറവുള്ള എന്നിന് എഴുതി. എന്നിനേക്കാളും ഇച്ചിരി കൂടെ വലുപ്പം ഉണ്ടാവും ജെയ്ക്ക്, അതിനേക്കാളും വലുപ്പം ഉണ്ടാവും എഫിന്, അതിനേക്കാളും വലുപ്പം ഉണ്ടാവും സിക്ക്. ഇതാണ് ഓർഡർ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് those are alkaline earth metals? ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ ഏത്? നമുക്കറിയാം ഫസ്റ്റ് ഗ്രൂപ്പിനെ നമ്മൾ ആൽക്കലി മെറ്റൽസ് എന്നാണ് വിളിക്കുക. രണ്ടാമത്തെ ഗ്രൂപ്പിനാണ് നമ്മൾ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ അല്ലെങ്കിൽ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് വിളിക്കുന്നത്. സോ
സോ ഏതൊക്കെയാണ് വരാ? രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ളത് ആരൊക്കെയുണ്ട്? ഇ, എഫ്. ഓക്കെ, ഈ പ്രോപ്പർട്ടീസും പീരീഡിന്റെ ഗ്രൂപ്പിന്റെ പേരൊക്കെ പഠിച്ചു വെച്ചാൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നല്ലോണം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് എലമെന്റ് ഹാസ് 8 ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെൽ? ഏത് എലമെന്റിനാണ് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉള്ളത്? നമുക്കറിയാം 18ാമത്തെ ഗ്രൂപ്പിലുള്ള എലമെന്റ്സിനാണ് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉള്ളത്. അവരെ നമ്മൾ നോബിൾ ഗ്യാസ് എന്നാണ് വിളിക്കുക. അവരെന്ത് ചെയ്യില്ല? കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കില്ല. ഇവിടുത്തെ 18ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ ആകെ ഒരു എലമെന്റ് ഉള്ളൂ. ആ എലമെന്റ് ആണ് നമ്മുടെ O. ഈ ഓയുടെ ഔട്ടർമോസ്റ്റ് ഷെല്ലായിരിക്കും എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവുക? 8 ഇലക്ട്രോൺസ് ഉണ്ടാവുക. മനസ്സിലായോ? നോബിൾ ഗ്യാസ് 18ാമത്തെ ഗ്രൂപ്പിലുള്ള എലമെന്റ്സിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നോബിൾ ഗ്യാസ് എന്ന് വിളിക്കുന്നത്. ഇവരുടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Find the real symbols of the given elements with the help of the periodic table. ഈ എലമെന്റ്സിന്റെ റിയൽ ആയിട്ടുള്ള സിമ്പിൾ കണ്ടുപിടിക്കുക. അത് ഞാൻ ടീച്ചർ ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ പീരിയോഡിക് ടേബിൾ നോക്കിയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഭയങ്കര എളുപ്പമാണ് കേട്ടോ. നമ്മളിപ്പോൾ ചെയ്യണില്ല. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ നമ്മുടെ എച്ചിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാനിപ്പോൾ ചെയ്യുന്നില്ല. നിങ്ങൾ നിങ്ങളുടെയുള്ള പീരിയോഡിക് ടേബിൾ നോക്കിയിട്ട് അതിന് റിയൽ ആയിട്ടുള്ള സിമ്പിൾസ് എടുത്ത് എഴുതാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ രണ്ടാമത്തെ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ വേറെ വീഡിയോ ഓൾറെഡി ഇനിയും ടേക്ക് 2 കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാണ്ട് ചെയ്ത് നോക്കണം കേട്ടോ. വെറുതെ കണ്ടു നോക്കിയോണ്ട് നിങ്ങൾക്ക് നല്ലോണം എക്സാമിന് എഴുതാൻ പറ്റണമെന്നില്ല. അപ്പം നല്ലോണം ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഓക്കെ, ബൈ. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് പിന്നെയും കാണാം. ബൈ.